Hello, good afternoon, Sharon. Good afternoon, Miss. വേറെ ആരില്ല അന്ന്? എന്താണ് ഈസ്റ്റർ കഴിഞ്ഞിട്ടില്ല? ഈസ്റ്ററിന്റെ ഹാങ് ഓവറിലാണ്, ആരെയും കാണാനില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ആരും ഉണ്ടായിരുന്നില്ലല്ലോ, എന്ത് പറ്റി? ഞാൻ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു മിസ്സേ, ജലദോഷമായിരുന്നു. ആ ശരി, ആരും ഉണ്ടായിരുന്നില്ല. ക്ലാസ് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ആരും കയറിയില്ല. ഇപ്പോഴും ഒരാളേ ഉള്ളൂ, ബാക്കി ആരെയും കാണുന്നില്ല. എന്ത് പറ്റിയെന്നാവോ? ഈസ്റ്റർ കഴിഞ്ഞിട്ടില്ലായിരിക്കും. സമയമായി. ഇപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഓൾറെഡി സമയം കഴിഞ്ഞിരിക്കാം. എന്താണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തോണ്ടിരുന്നേ? ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ റിവിഷൻസ് ഒക്കെ ചെയ്തില്ലേ? ചെയ്യുമായിരുന്നു. അതുവരെ നമ്മൾ പറഞ്ഞു. ഇതുവരെ കഴിഞ്ഞു. ഗൈനക്കോളജി എല്ലാം അത് കഴിഞ്ഞു. ന്യൂറോളജി ഒബ്സ്റ്റട്രിക്സ് ഒക്കെ കഴിഞ്ഞു അല്ലേ? ന്യൂറോളജി വരെയായി. അപ്പോ ന്യൂറോളജി അതിനകത്തൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതി തന്നിട്ടുണ്ടോ? ഞാൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോ എഴുതി തന്നിട്ടില്ലേ? തന്നായിരുന്നു. മറ്റേ ക്വസ്റ്റ്യൻസ് ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ടോപ്പിക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇതിങ്ങനെ ഓരോ മെഡിക്കൽ ടേമുകള്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും, മനസ്സിലാക്കി. മറ്റേത് ഇനി അതിന്റെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗം വരുമ്പോൾ നമ്മളത് റിവിഷൻ ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്ന ടൈപ്പിലായിരിക്കും. അങ്ങനെയായിരിക്കും. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരുള്ളൂ, നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. അതിൽ നിന്ന് ഓരോ സെന്റൻസിൽ നിന്ന് നമുക്ക് വൺ വേർഡുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ OPD സർവീസസിൽ വരുന്ന കാര്യങ്ങൾ, അതൊക്കെ ഈച്ച് ആൻഡ് എവറി പോയിന്റുകൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്, അവിടെ ഏതൊക്കെ കാര്യങ്ങളാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റുകളും പ്രിവെൻഷൻസും ആണ് നടക്കുന്നത്, അത് പർട്ടിക്കുലർലി ഏത് ശരീരത്തിന്റെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ട്രീറ്റ്മെന്റുകളാണ് കൂടുതലും വരിക, ഇതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് ഫോം ചെയ്യാനായിട്ട് പറ്റും, ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റും. അതേസമയം സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ പറയാ എങ്ങനെയൊക്കെ വരും എന്ന് ചിലപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഞാൻ കുറെ ക്വസ്റ്റ്യൻസേ തരുള്ളൂ, നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലാണ് റിവിഷൻ പോകുക ആ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പൊ നമ്മള് ന്യൂറോളജി എന്ന് പറയുന്ന ഭാഗം, ന്യൂറോളജി എന്തുമായി ബന്ധപ്പെട്ടതാണ്? വട്ട് ഈസ് ദ ഇമ്പോർട്ടന്റ് പാർട്ട് ഇൻക്ലൂഡിംഗ് ദിസ് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്? ന്യൂറോളജി ഹ്യൂമൻ നെർവ് സിസ്റ്റം, ഹ്യൂമൻ നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളാണ് ഇവിടെ നടക്കുന്നത്. സോ അതിനകത്ത് എന്തൊക്കെയാണ് വരിക? നോട്ടുണ്ടോ? നോട്ടില്ലേ? ഉണ്ട്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിന് ബന്ധപ്പെട്ട. അതെ, സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെന്തൊക്കെ അറിയാം? Components of the neurological examination include assessment of the patient conjunctive. Okay. ഓക്കെ, അപ്പൊ സ്പൈനൽ കോഡ്, ബ്രെയിൻ അഫക്ട് ചെയ്യുന്ന പ്രോബ്ലംസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി എന്ന് പറയുന്നത്. പിന്നെന്താ?
ഇവിടെ ന്യൂറോളജിസ്റ്റ് എക്സാമിൻ ദ പേഷ്യൻസ് ഹു ഹാവ് ബീൻ റെഫേർഡ് ബൈ ന്യൂറോളജിസ്റ്റ്, അതായത് മറ്റ് ഫിസിഷ്യൻസ്, അതർ ഫിസിഷ്യൻസ് റെഫർ ചെയ്യുന്ന ആളുകളെ ആയിരിക്കും ന്യൂറോളജിസ്റ്റുകൾ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ ന്യൂറോളജിസ്റ്റിന്റെ അടുത്തേക്ക് നേരിട്ട് പേഷ്യൻസ് വരുന്നത് വളരെ കുറവായിരിക്കും. അതായത് നെർവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ നിന്നാണ് അത് വരിക. അതായത് ബ്രെയിൻ, സ്പൈനൽ കോഡാണ് മെയിൻ ആയിട്ട്. അപ്പൊ ഈ വരുന്ന നെർവ് സിസ്റ്റത്തിലേക്ക് വരുന്നത് അപ്പൊ ബ്രെയിൻ സംബന്ധമായതാണോ സ്പൈനൽ കോഡ് സംബന്ധമായതാണോ എന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ഫിസിഷ്യൻസിന്റെ അടുത്ത് നിന്ന് നമ്മൾ പോയിട്ട് അതിൽ നിന്നും അവര് റെഫർ ചെയ്യുന്ന രീതിയിലായിരിക്കും ന്യൂറോളജിസ്റ്റിന്റെ അടുത്തേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരിക. ഇനി പിന്നെന്താ പറഞ്ഞത് നമ്മൾ ഇതിനകത്ത്? ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് ഇവിടെ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? എങ്ങനെയാണ് ഇവിടെ ട്രീറ്റ്മെന്റ് അവർ തുടങ്ങുന്നത്? എങ്ങനെയാണ്? ഫസ്റ്റ് ദേ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മെഡിക്കൽ ഹിസ്റ്ററി, അല്ലെ? അതായത് പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി അവർ നോക്കും. എങ്ങനെയാണ് അവര് നേരത്തെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റുകളാണ് ഈ ഒരു പേഷ്യന്റ് എടുത്തിട്ടുള്ളത് എന്ന് നോക്കും. കാരണം ഈ എന്തെങ്കിലും നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണെങ്കിൽ പെട്ടെന്ന് ഒറ്റയടിക്ക് വരുന്നതായിരിക്കില്ല, അത് ഗ്രാജുവലി വരുന്നതായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുന്നു. മാത്രമല്ല ദേ വിൽ ഓൾസോ ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്നു ഈ പേഷ്യന്റിന്റെ ബൈ ഇൻക്ലൂഡിങ് ദ കോഗ്നേറ്റീവ് ഫംഗ്ഷൻ, അവരുടെ എന്താ പറയാ വൈജ്ഞാനിക ഫംഗ്ഷൻസ് ഒക്കെ എത്രത്തോളം ഉണ്ട്, ബുദ്ധിപരമായിട്ട് അവരെങ്ങനെയൊക്കെയാണ് കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്, അവർ റെസ്പോണ്ട് ചെയ്യുന്നത്, അവരുടെ ആ റെസ്പോൺസുകളും മാത്രമല്ല മോട്ടർ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, സെൻസേഷൻ റിഫ്ലക്ഷൻസ് എങ്ങനെയുണ്ട്, കോർഡിനേഷൻ, പിന്നെ അവരുടെ ഗൈഡ്, ദാറ്റ് മീൻസ് അവരുടെ നടത്തം, വാക്കിംഗ്, അതിന്റെ എബിലിറ്റി, ഇതൊക്കെ എന്തെങ്കിലും ഇത്തരം നെർവ് സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഇവരുടെ ഈ പറയുന്ന കാര്യങ്ങളിൽ റിഫ്ലക്ട് ചെയ്ത് കാണാൻ സാധിക്കും. ഈ കോഗ്നേറ്റീവ് ഫംഗ്ഷൻ ശരിയായ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവില്ല, പിന്നെ എന്താ പറയാ അവരുടെ മോട്ടോർ സ്ട്രെങ്ത് കൃത്യമായിട്ടായിരിക്കില്ല, അവരുടെ ഗൈഡ്, അവരുടെ നടത്തം കറക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല. ഒരു നോർമൽ സ്റ്റേജിൽ എങ്ങനെയാ മനുഷ്യന്മാര് ഏത് ഈ കാര്യങ്ങളൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നത് ആ രീതിയിലാവില്ല. ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ദ നെർവ് സിസ്റ്റം. നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രോബ്ലംസുകൾ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊക്കെ ഡിഫറൻസസ് കാണും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ അവര് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ ദേ ഡു നോട്ട് പെർഫോം ദ സർജറി. ഈ സർജറി നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട സർജറീസ് ഒന്നും തന്നെ ന്യൂറോളജിസ്റ്റുകൾ ചെയ്യുന്നില്ല. എന്നാൽ ഇഫ് ദ പേഷ്യന്റ് നീഡ്സ് എനി സർജറി, ഏതെങ്കിലും രീതിയിൽ പേഷ്യന്റിന് സർജറി ആവശ്യമുണ്ടെങ്കിൽ ഹു വിൽ ഡു ദാറ്റ്? ആരായിരിക്കും ചെയ്യാം? ന്യൂറോളജി. നെർവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട സർജറീസ് ആവശ്യമുണ്ടെങ്കിൽ ന്യൂറോളജിസ്റ്റ് വിൽ നോട്ട് പെർഫോം ദ സർജറി. അവരെ ന്യൂറോളജിസ്റ്റുകളല്ല പെർഫോം ചെയ്യുന്ന സർജറി. പിന്നെ ആരാ? ഒരു പേരുണ്ട് പ്രത്യേകം, വൺ വേർഡിന് ചോദിക്കാൻ പറ്റിയത് തന്നെയാ. ആരാത്? നോക്ക, നോട്ടില്ലേ കയ്യില്? ന്യൂറോ സർജൻ ആണ് കേട്ടാ, ന്യൂറോ സർജൻ ആണ്. അപ്പൊ സർജറിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സർജറി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഇന്റർവീൻ ചെയ്യുന്നത്, അതിനകത്ത് എന്താ പറയാ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ അതിനകത്ത് ഇടപെടുന്നത് ന്യൂറോ സർജൻ ആയിരിക്കും. അതാണ് ന്യൂറോളജി എന്ന് പറയുന്ന വിഭാഗം. ഇനി അടുത്തത് ഏതാ? നെഫ്രോളജി ആണ്. നെഫ്രോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്. വിച്ച് ഏത് ഡിസീസസിനോട് ബന്ധപ്പെട്ടതാണ്? കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾക്കാണ്. ഇലക്ട്രോലൈറ്റ് ബാലൻസ്, അല്ലെ, ഡിസ്റ്റർബൻസ്, അതായത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്തൊക്കെയായിരുന്നു ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിൽ വരുന്നതെന്നൊക്കെ നമ്മൾ എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ നോട്ട് എഴുതിണ്ടാവുമല്ലോ. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായിരുന്നു അത്? എഴുതി വെച്ചിട്ടില്ലേ നോട്ടില്? എഴുതിയിട്ടില്ലെങ്കിൽ എഴുതി തരേണ്ടി വരും. എഴുതി തന്നിട്ടുള്ളതാണ് എന്റെ ഒരു ഓർമ്മ. നമ്മുടെ ശരീരത്തില് എവിടെയെങ്കിലും ഉണ്ടോ നോക്കി എഴുതിയത്? ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഓർ ഇംബാലൻസ്, ഇത് തന്നെ. എന്താണ്? കണ്ടില്ല മിസ്സേ. ആണില്ല. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് നമ്മൾ നോട്ടിൽ എഴുതിയിട്ടില്ല.
പുതിയ ആള് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. നവമി. വൈഫൈ പോണായുള്ളൂ വന്നിട്ട് കണ്ടു വന്നിട്ട്. കറണ്ട് ഉണ്ടായില്ല. ഇല്ല. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്താണെന്ന് നമ്മൾ എഴുതിയിട്ടില്ലേ നോട്ടില്? എന്താണെന്ന് എഴുതിയിട്ടുണ്ടോ? എഴുതി തന്നിട്ടുണ്ട്. ഞാൻ നോട്ട് കാണാനില്ലേ അപ്പൊ നിങ്ങൾ അങ്ങനെ പഠിക്കും. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ അവർ ബോഡി വിൽ നോട്ട് ഹാവ് സഫീഷ്യന്റ് ഓർ ടു മച്ച് ഓഫ് മിനറൽസ് ഇൻ അവർ ബോഡി. നമ്മളുടെ ശരീരത്തിലില്ലേ മിനറൽസ്, സർട്ടൻ മിനറൽസ് ഉണ്ട്. ഇപ്പൊ കാൽഷ്യം, സോഡിയം പോലെയുള്ള ചില മിനറൽസ് ഒക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അത് അധികമാകുക അല്ലെങ്കിൽ വളരെ കുറഞ്ഞു പോവുക, ഈ ഒരു അവസ്ഥ അത് ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടും നോർമൽ ആവശ്യത്തിന് മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നോർമൽ ആകുക. എല്ലാം ഒരു നോർമൽ സ്റ്റേജും ഉണ്ട്. അതിനകത്തുനിന്ന് കൂടുതലാകുക, കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഇംബാലൻസിലേക്ക് പോകും, ഡിസ്റ്റർബൻസിലേക്ക് പോകും. എന്ന് വെച്ചാൽ ഒന്നും നമുക്ക് ശരീരത്തിൽ കൂടുതലും ആകാൻ പാടില്ല, കുറവും ആകാൻ പാടില്ല. നമുക്കറിയാലോ അത് നമുക്കറിയാം. ഷുഗർ അല്ലെ, അതുപോലെ തന്നെ ഉപ്പിന്റെ അംശം, അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ തൈറോയിഡ്, ഇതൊക്കെ നോർമൽ ഒരു അളവുണ്ട് ഇതിനെല്ലാത്തിനും തന്നെ. എന്നാൽ ഇതിനേക്കാൾ കുറച്ച് ഇത് നോർമലിൽ നിന്ന് ടു ഹൈ ആയാലോ ടു ലോ ആയാലോ അത് നമ്മുടെ ശരീരത്തിന് പ്രോബ്ലംസ് ആണ്. അപ്പൊ അങ്ങനെ മിനറൽസ് അധികം ആകുകയോ കുറഞ്ഞു പോകുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്, ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഓർ ഇംബാലൻസ് എന്ന് വിളിക്കുക. എഴുതി തന്നില്ലെങ്കിൽ വേഗം ഒന്നും അങ്ങോട്ട് എഴുതി വെക്കാം കേട്ടാ. എഴുതി വെക്കാം, അതെന്താന്ന് ചോദിക്കും. അത് എന്താ പറയാ നിങ്ങളുടെ നോട്ടിൽ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എഴുതിയിട്ടുള്ളതാ നമ്മള് നോട്ടില്. അത് ഞാൻ ഇത്ര നേരം വായിക്കാൻ വന്നപ്പോ ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് വീണ്ടും രണ്ടാമതൊന്നും കൂടി എടുത്ത് നോക്കിയിട്ട് പറഞ്ഞത്. ചോദിച്ചുകൊണ്ടിരുന്നത് അതാ, എന്താണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, നിങ്ങൾ ഞാൻ എഴുതാൻ വിട്ടുപോയതാണോ, നിങ്ങൾക്ക് എഴുതി തരാതെ പോയതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ളതും ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് വരുന്നത്, പിന്നെ ഹൈപ്പർ ടെൻഷൻ, ഇത്തരം ട്രീറ്റ്മെന്റുകളൊക്കെയാണ് കൂടുതലും നെഫ്രോളജി എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. മാത്രമല്ല റിനാൽ റീപ്ലേസ്മെന്റ്, അതായത് നമ്മുടെ കിഡ്നി റീപ്ലേസ്മെന്റ് തെറാപ്പി ഇൻക്ലൂഡിങ് അവർ ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റ് ഓഫ്, അതായത് നമ്മളുടെ ബ്ലഡ് മാറ്റുന്നതും അല്ലെ, അത് ഡയാലിസിസിലൂടെ ബ്ലഡ് റിമൂവ് ചെയ്ത് വേറെ പുതിയത് കയറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന നെഫ്രോളജി എന്ന് പറയുന്ന വിഭാഗത്തിലെ നെഫ്രോളജിസ്റ്റുകളാണ് കൂടുതലും ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയർ ഒക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നത് നെഫ്രോളജിസ്റ്റുകളാണ്. അപ്പൊ കിഡ്നി ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഓർ ഇംബാലൻസ്, പിന്നെ ഹൈപ്പർ ടെൻഷൻ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നെഫ്രോളജിയിൽ കൂടുതലും ട്രീറ്റ്മെന്റുകൾ വരിക. പിന്നെ റിനാൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, ഇത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും ഇവിടെ നടക്കുന്നുണ്ട്. ഇനി അടുത്തത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞ വിഭാഗം? ന്യൂക്ലിയർ മെഡിസിൻ ആണ്. ന്യൂക്ലിയർ മെഡിസിൻ എന്തിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? ഇറ്റ്സ് ആൻ ഇമേജിംഗ് പ്രൊസീജിയർ ആണ്. ഒരു ഇമേജിംഗ്, മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നതാണ്, വിച്ച് യൂസസ് എ സ്മോൾ എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ടു ഡയഗ്നോസിസ് ആൻഡ് അസർടൈൻ ദ ഡിസീസസ് ഓർ ദ സിവിയറിറ്റി ഓഫ് ദ ഡിസീസസ്. അതായത് ഏതെങ്കിലും ഒരു പലതരത്തിലുള്ള രോഗങ്ങളിൽ ഉണ്ടാകുന്ന ആ രോഗത്തിന്റെ തീവ്രത മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആ രോഗത്തിനെ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ തോതിൽ, വളരെ സ്മോൾ എമൗണ്ട്, അധികമാകാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിൽ, അതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ വളരെ ചെറിയ അളവിൽ എന്താ പറയാ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്സ് പാസ് ചെയ്തുകൊണ്ട്, റേസ് പാസ് ചെയ്തുകൊണ്ട് എന്താ പറയാ നമ്മളുടെ രോഗത്തിന്റെ തീവ്രത എത്രത്തോളം കൊണ്ടത് മനസ്സിലാക്കുന്ന ഒരു മെഡിക്കൽ ഇമേജിങ്, അതായത് ഒരു ഇമേജ് ആണ്. എന്നിട്ട് അത് എന്ത് ചെയ്യാം, ഫോട്ടോ രൂപത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ക്രീനിലോ ഒക്കെ പതിപ്പിച്ചിട്ട് അതിൽ നിന്ന് നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, രോഗത്തിന്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. ഇനി ഇത് കൂടുതലും ഏതൊക്കെ ടൈപ്സ് ഓഫ് രോഗങ്ങൾക്കാണ് ഉപയോഗിക്കാം? ഏതൊക്കെ രോഗങ്ങൾക്കാണ് കൂടുതൽ ഉപയോഗിക്കാം പറയാമോ? ക്യാൻസർ. മെനി ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ്. ക്യാൻസർ തന്നെ പല വിഭാഗം ഉണ്ട് കേട്ടോ. അപ്പൊ മെനി ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സിൽ ഉപയോഗിക്കും. പിന്നെ ഹാർട്ട് ഡിസീസസിൽ ഉപയോഗിക്കും. പിന്നെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം, എൻഡോക്രൈൻ അല്ലെ, അതിനകത്ത് ഉപയോഗിക്കും. പിന്നെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, ന്യൂറോളജിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ്. പിന്നെ
അബ്നോർമാലിറ്റീസ് വിത്തിൻ ദ ബോഡി, നമ്മുടെ ശരീരത്തിന് അകത്തുണ്ടാകുന്ന ഏത് അബ്നോർമാലിറ്റീസിനും നമുക്ക് ഈ പറയുന്ന ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന മെഡിക്കൽ ഇമേജിംഗ് പ്രൊസീജിയർ ഉപയോഗിക്കാൻ സാധിക്കും. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്മോൾ എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് പാസ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് പാസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ്, ഹാർട്ട് ഡിസീസസ്, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ, എൻഡോക്രൈൻ, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, അബ്നോർമാലിറ്റീസ് വിത്തിൻ ദ ബോഡി ഒക്കെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ഈ ന്യൂക്ലിയർ റേഡിയോ ആക്റ്റീവ് മെഡിസിൻസ്, അതായത് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നും ഇതിന് പേരുണ്ട് കേട്ടോ. ഇത് ഉപയോഗിച്ച് എന്താ പറയാ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് രോഗമാണ്, ഏത് ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ് ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് എന്ത് അബ്നോർമാലിറ്റി ആണ് നടക്കുന്നത്, അബ്നോർമാലിറ്റീസ് വരുമ്പോൾ അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ രോഗത്തിന്റെ രൂപത്തിൽ റിഫ്ലക്ട് ചെയ്യും, ശരീരത്തിൽ പല സിംറ്റംസും കാണിച്ചു തുടങ്ങും. അപ്പൊ ഇതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡയഗ്നോസിസ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് കേട്ടോ ന്യൂക്ലിയർ മെഡിസിൻ. അല്ലാതെ ഇങ്ങനെ അകത്തോട്ട് കഴിക്കണേ അല്ല, അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, അതൊരു ടെക്നിക്കാണ്. ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഇന്ന് ഡോക്ടേഴ്സ് യൂസ് സ്മോൾ ടൈപ്സ് ഓഫ് സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് ആണ് ഇതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ മൊഡാലിറ്റീസ് അനുസരിച്ച്, അതായത് കൂടുതൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് ന്യൂക്ലിയർ മെഡിസിന്റെ ഒരു മൊഡാലിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 എണ്ണമാണ് ഇന്ന് ഡോക്ടേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒന്ന് സ്പെക്ട് എന്ന് പറയുന്ന സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടൊമോഗ്രഫിയും മറ്റൊന്ന് പെറ്റ് എന്ന് പറയുന്ന പൊസിട്രോൺ എമിഷൻ ടൊമോഗ്രഫിയും. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് ഇന്ന് എന്ത് ചെയ്യുക, ഇത്തരം ഡയഗ്നോസിസ് ഒക്കെ ചെയ്യുക. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ മെഡിസിൻസ് ആണ് ഇത് 2 സ്പെക്ട് ആൻഡ് പെറ്റ്. അപ്പോ ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് ഇതിന് വേണ്ടിയിട്ട് അവര് ഉപയോഗിക്കുന്നുണ്ട്, ഈ നമ്മുടെ ശരീരത്തിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അത് ട്രാക്ക് ചെയ്ത് എവിടെയാണ് എന്താ പറയാ അബ്നോർമാലിറ്റി ഉള്ളത്, ഏതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ കാരണം അറിയണം അല്ലെ. എവിടെയാണെന്ന് അറിഞ്ഞാലാണ് അത് എന്തുകൊണ്ട് വരുന്നു എന്നൊക്കെ പിന്നീടാണ് അതിന്റെ ചോദ്യം. ഏത് ഭാഗത്താണ് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് രോഗം എന്ന് കണ്ടുപിടിക്കാനും ചിലപ്പോൾ ഉള്ളിലുള്ള ഭാഗത്തേക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് ചെറിയ ക്യാമറാസ് ഫിറ്റ് ചെയ്തിട്ടുള്ള 2 പ്രൊസീജിയറുകളാണ് സ്പെക്റ്റും പെറ്റും എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ഏതായിരുന്നു നമ്മൾ പഠിച്ച വിഭാഗം? ഓൺകോളജി. ഓങ്കോളജി എന്തായിരിക്കും? ക്യാൻസേഴ്സ് ആണ് അല്ലെ, എല്ലാ തരത്തിലുള്ള ക്യാൻസേഴ്സ്, പിന്നെ കീമോതെറാപ്പി ട്രീറ്റ്മെന്റ്, റേഡിയോ തെറാപ്പി ട്രീറ്റ്മെന്റ്, ക്യാൻസറസ് ട്യൂമേഴ്സ്, ബ്ലഡ് ക്യാൻസർ, ഇതിനൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി. ഏതാണ്? ഓൾ കൈൻഡ്സ് ഓഫ് ക്യാൻസേഴ്സ്, പിന്നെ കീമോതെറാപ്പി ട്രീറ്റ്മെന്റ്, റേഡിയോ തെറാപ്പി, ക്യാൻസറസ് ട്യൂമേഴ്സ്, ദെൻ ബ്ലഡ് ഡിസോർഡേഴ്സ്, ഇതെല്ലാം തന്നെ ഇവിടെയാണ് ട്രീറ്റ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുക? എന്തൊക്കെ നടക്കും? ട്യൂമർ റിമൂവൽ നടക്കും അല്ലെ. ഇപ്പൊ ട്യൂമേഴ്സ് എന്ന് പറഞ്ഞ മുഴകളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചിലപ്പോ ഈ ട്യൂമർ റിമൂവ് ചെയ്യും അല്ലെ, അതിനെ എന്ത് ചെയ്യും, എന്താ പറയാ അതിനെ റിസെക്ട് ചെയ്യും, വെച്ചാൽ ഉടയ്ക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യത്തിൽ നടക്കുന്നുണ്ട്. ഓങ്കോളജി വിഭാഗത്തിലാണ് ഇതൊക്കെ നടക്കുക. ഇനി മാത്രമല്ല, ഈ ട്യൂമേഴ്സ് അത് വെദർ ഇറ്റ് ഈസ് ഹാംഫുൾ ഓർ നോട്ട് ടു അവർ ബോഡി, നമ്മുടെ ശരീരത്തിന് അത് ഡേഞ്ചറസ് ആണോ ഹാംഫുൾ ആണോ അല്ലയോ എന്ന് കണ്ടെത്തണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഇതിവിടെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നോക്കുക. അതിന് വേണ്ടിയിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് നമുക്കറിയാം. ഏതാണ് ആ ടെസ്റ്റിംഗ് വിഭാഗം? ക്യാൻസർ ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരു സംഭവത്തിന് വേണ്ടി നമ്മൾ അയക്കുമല്ലോ, മുഴകളൊക്കെ എടുത്തിട്ട് റിസെക്ട് ചെയ്തെടുത്തു, അല്ലെങ്കിൽ അത് കട്ട് ചെയ്തെടുത്തു, റിമൂവ് ചെയ്ത് മാറ്റി, എന്നിട്ട് അത് അയക്കും. എന്നിട്ടാണ് അതിൽ വെറുതെ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കാനൊന്നും പറ്റില്ല, അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം വെദർ ഇറ്റ് ഈസ് ഹാംഫുൾ ഓർ നോട്ട്. അത് നമ്മുടെ ശരീരത്തിന് ഉപദ്രവകാരിയാണോ, ശരീരത്തിലേക്ക് എവിടേക്കെങ്കിലും അത് ഉപദ്രവകാരിയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഭാഗത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യണം അല്ലെ. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ അത് സ്റ്റേജ് മോശമായിട്ട് പോകും, അത് വളരെ എന്താ പറയാ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കൊടുക്കുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് ഈ ട്യൂമേഴ്സ് റിമൂവ് ചെയ്ത് കൊടുക്കുന്നത്. എന്താണത്? ബയോപ്സി ആണ്. ബയോപ്സി എന്ന് പറയുന്നതാണ്. അതിൽ വെരിഫൈഡ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ആള് ഇത് എന്താ പറയാ സേഫ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിപ്പോ നെഗറ്റീവ് ആണ്, അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ പോസിറ്റീവ് റിസൾട്ട് ആണ് കിട്ടുന്നതെങ്കിൽ അത് വളരെയധികം ഡേഞ്ചറസ് ആയിരിക്കും. ചിലപ്പോൾ അത് അകത്തേക്ക് കുറെ കഴിയുമ്പോഴായിരിക്കും ചില ക്യാൻസേഴ്സ് ഒക്കെ നമുക്ക് പുറത്തേക്ക് സിംറ്റംസ് കാണിക്കുള്ളൂ. ചിലതൊന്നും അകത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തില് അപ്പിയറൻസ് നമുക്ക് ഇതൊന്നും സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. കുറെ കഴിയുമ്പോഴായിരിക്കും കുറെ സ്റ്റേജ് ഒക്കെ ക്യാൻസേഴ്സിന്റെ.
അപ്പൊ ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാകും. സോ അത് ക്യൂറബിൾ ആകില്ല. അപ്പൊ പിന്നെ അല്ലെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് പോകും, നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. പ്രധാനമായിട്ടും ഓങ്കോളജി ഫീൽഡ് എന്ന് പറയുന്നത് മേജർ ആയിട്ട് കവർ ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഓങ്കോളജി കവർ ചെയ്യുന്ന 3 മെയിൻ ഏരിയാസ് ഏതൊക്കെയാ? മെഡിക്കൽ ഓൺകോളജി, സർജിക്കൽ ഓൺകോളജി, റേഡിയേഷൻ ഓൺകോളജി. റേഡിയേഷൻ ഓങ്കോളജി. എന്താണ് മെഡിക്കൽ ഓങ്കോളജിയില്? ഓൺലി ട്രീറ്റ്മെന്റ് ഈസ് ഓൺലി വിത്ത് മെഡിസിൻ അല്ലെ, മെഡിസിൻ കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നു ക്യാൻസറിനെ. മാത്രമല്ല ഇതിനകത്ത് കീമോതെറാപ്പി കൂടി ഉൾപ്പെടുന്നുണ്ട്. കീമോതെറാപ്പി ഉൾപ്പെട്ടിട്ട് മെഡിസിൻസ് മാത്രം കൊടുത്ത് ക്യാൻസറിനെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ. മേ ബി ഡ്യൂറിങ് ദ ഫസ്റ്റ് സ്റ്റേജ്, ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ക്ലിയർ ആവുള്ളൂ. കുറെ സ്റ്റേജൊക്കെ പിന്നിട്ടാൽ വിത്ത് മെഡിസിൻ വി കനോട്ട് ക്യൂർ ഇറ്റ്. അത് നമുക്ക് എന്താ പറയുക ഇല്ലാതാക്കാനായിട്ടും അല്ലെങ്കിൽ ഭേദമാക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സെക്കൻഡ് വൺ ഈസ് സർജിക്കൽ ഓങ്കോളജി. സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുമ്പോൾ സർജിക്കൽ ആസ്പെക്ട്സും കൂടി അതിനകത്ത് വരുന്നുണ്ട് അല്ലെ. ബയോപ്സിക്ക് അയക്കുക, റിമൂവ് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്ത് അത് എടുത്ത് റിമൂവ് ചെയ്തിട്ട് ബയോപ്സിക്ക് അയക്കുന്നതും, സർജിക്കൽ റിസെക്ഷൻ, അതായത് റിസെക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടക്കുക ട്യൂമേഴ്സിനെയൊക്കെ, അതാണ്. അത് രണ്ടാമത്തേൽ വരിക. മൂന്നാമത്തേത് റേഡിയേഷൻ ഓങ്കോളജിയാണ്. കെയർഫുള്ളി ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. റെഗുലേറ്റഡ് ഡോസ് ഓഫ് ഹൈ എനർജി റേഡിയേഷൻ, അതായത് ഹൈ എനർജി റേഡിയേഷൻ ഉപയോഗിച്ച് നമ്മുടെ ക്യാൻസർ സെൽസിനെയൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു തെറാപ്പിയാണ് ഇവിടെ നടക്കുക. അതുകൊണ്ടാണ് അതിന് റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ ഓങ്കോളജി എന്ന പേര് വന്നേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഏതാ? നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഓഫ്താൽമോളജി. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഐ പ്രോബ്ലംസ്. ഐ പ്രോബ്ലംസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഐ പ്രോബ്ലംസിന്റെ എല്ലാം വരും ഇതിനകത്ത്. ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്, സാധാരണ കോമൺ ആയിട്ട് വരുന്ന ഐ പ്രശ്നങ്ങള്, ജനറൽ ആയിട്ടുണ്ടാകുന്ന കണ്ണ് ചൊറിച്ചില്, കണ്ണിനുണ്ടാകുന്ന വേദന, അസ്വസ്ഥതകള്, അങ്ങനെയൊക്കെ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന തലവേദന ചിലപ്പോൾ കണ്ണിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാകാം, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ അവിടെ വരുന്നത് മറ്റൊന്നാണ് ലേസർ ട്രീറ്റ്മെന്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഒപ്റ്റോമെട്രി വരുന്നുണ്ട് അല്ലെ. ഒപ്റ്റോമെട്രി എന്താണ്? ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കണ്ണിന്റെ വിദഗ്ധമായിട്ടുള്ള എന്താ പറയാ ചികിത്സ തന്നെയാണ്. നേത്ര സംരക്ഷണ വിഭാഗം ഇത് സംരക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ട്. അവരത് രോഗങ്ങൾ വരിക മാത്രമല്ല, ചിലവര് ഇത് കണ്ണിനെ സംരക്ഷിക്കാൻ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടി നോക്കുന്നുണ്ട്. ആ ഒരു വിഭാഗമാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ചില ലെൻസുകൾ ഉപയോഗിച്ചിട്ടോ നമ്മുടെ കണ്ണിന്റെ സൈറ്റ്, ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ് ഒക്കെ വരുമ്പോ അതൊക്കെ കറക്റ്റ് ചെയ്യാം. എപ്പോഴും ലോങ് സൈറ്റ് കൊണ്ട് നമ്മൾ ഇങ്ങനെ ബുക്ക് ഇങ്ങനെ കത്തിയൊക്കെ പിടിച്ച് വായിക്കാനൊക്കെ പറ്റും. പക്ഷെ കുറച്ച് സാധാരണ ഒരു നോർമൽ ഡിഗ്രി ഓഫ് നമ്മുടെ വിഷനേക്കാൾ കുറച്ച് നീക്കി പിടിക്കുക അല്ലെങ്കിൽ കുറച്ച് അടുപ്പിച്ച് പിടിക്കുക, അതൊക്കെ ലോങ് സൈറ്റ് ഷോർട്ട് സൈറ്റ് ഒക്കെ വരിക. പക്ഷെ അതുകൊണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ വായിക്കുന്നതിൽ മാത്രമേ പ്രോബ്ലം ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അത് ഒപ്റ്റോമെട്രി വിഭാഗത്തിലാകുമ്പോൾ അത് സംരക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ട് നമുക്ക് ലെൻസുകൾ അഡ്ജസ്റ്റ് ചെയ്തോ ഓപ്പറേഷനിലൂടെയോ മറ്റൊക്കെ പറ്റും. പിന്നെ ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പേർട്ടുകളാണ് ബൈ ഡയഗ്നോസിങ് ആൻഡ് ട്രീറ്റിംഗ് ഡിഫക്ട്സ് ഇൻ ഐ മൂവ്മെന്റ്, കണ്ണിന്റെ മൂവ്മെന്റിൽ ഉണ്ടാകുന്ന ഇതിന് പ്രശ്നങ്ങൾക്കൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്നത്. എക്സ്പേർട്സ് ആണ് അവര്. ആൻഡ് ഏറ്റവും ഇവര് എന്താ പറയാ ബൈനോക്കുലർ വിഷൻ അതിനെ കറക്റ്റ് ചെയ്യുന്നവരാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 eyes ഷുഡ് പ്രോപ്പർലി വർക്ക് ടുഗദർ അല്ലെ, രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യണം. ചിലപ്പോഴൊക്കെ നോട്ടം ഇങ്ങനെ വ്യത്യസ്ത ദിശകളിലേക്ക് പോകുക, കണ്ണിന്റെ ആ ഒരു നോക്കുന്നത് ഒരു സ്ഥലത്തേക്കാണെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്ത് നോക്കുന്നത് അനുഭവപ്പെടുക, അതൊക്കെ വരുമ്പോൾ ബൈനോക്കുലർ വിഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ്. നമ്മളെപ്പോഴും ഒരു നമ്മളുടെ ഒരു സൈറ്റ് എങ്ങോട്ടേക്കാണോ നമ്മൾ നോക്കുന്നത് ആ ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ആ കണ്ണിലെ കൃഷ്ണമണികൾ ഇരിക്കുക അല്ലെ. ചില സമയത്ത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ അവിടെ കിട്ടുന്ന ആളുകളെയാണ് ശ്രദ്ധിക്കേണ്ടത്, പക്ഷെ നമ്മൾ നോക്കുന്നത് ഇങ്ങടാന്ന് തോന്നും. നമുക്ക് അങ്ങനെ ചില ആളുകൾ നോക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. അത്തരം പ്രശ്നങ്ങളൊക്കെയാണ് അതിനുള്ള എക്സ്പേർട്ട് ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്നത്. ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ് ആണ്. അതായത് ഇമേജിംഗ്, നമ്മളുടെ കണ്ണിന്റെ ഒക്കെ ഘടനകളൊക്കെ ഇമേജസിലൂടെ നോക്കി എന്താ പറയാ ചില ക്യാമറാസ് ഉപയോഗിച്ച് അതിനെ ഡിറ്റക്ട് ചെയ്ത് അത് എവിടെയെങ്കിലും അതിന്റെ ഇമേജിങ് എവിടെയെങ്കിലും ഒക്കെ പതിപ്പിച്ചിട്ട് അതിന് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതാണ്. എന്തൊക്കെ പ്രശ്നങ്ങളെന്ന് കണ്ടെത്തി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്തായിരുന്നു? ഓർത്തോപെഡിക്സ് ആണ് അല്ലെ. ഓർത്തോപെഡിക്സ് എന്തായിരുന്നു? ഓർത്തോപെഡിക്സ് എന്ത് ഡിപ്പാർട്ട്മെന്റാ? മസ്കുലർ സിസ്റ്റം അല്ലെ. മസ്കുലർ സ്കെലിറ്റൽ സിസ്റ്റത്തെ ബാധിക്കുന്ന മസിൽസ്, സ്കെലിറ്റൻ അതിലേക്ക് ബാധിക്കുന്ന ട്രീറ്റ്മെന്റുകളാണ് ഇവിടെ നടക്കുന്നത്. പ്രധാനമായിട്ടും ബോൺസ് ആണ് കേട്ടോ, ബോൺസ് അല്ല, BONES ബോൺസ്,
പിന്നെ മസിൽസ്, ടെൻഡൻസ്, നമ്മുടെ ചലന ഞരമ്പുകള്, ലിഗമെന്റ്, ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, ഇൻക്ലൂഡിങ് നമ്മളുടെ എന്താ പറയാ നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, അതുപോലെ തന്നെ ഹിപ്പ് റീപ്ലേസ്മെന്റ്, മുട്ടുകാലിന്റെ ചിരട്ടൊക്കെ ഇല്ലേ, അത് റീപ്ലേസ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ ഹിപ്പ് റീപ്ലേസ് ചെയ്യേണ്ടി വരുന്ന അതൊക്കെ ഇവിടെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുക. ഔട്ട് പേഷ്യന്റ് സർവീസസ് ഇവിടെ എന്താ പറയാ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഔട്ട് പേഷ്യന്റും ഇൻ പേഷ്യന്റും ഒരുപോലെ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ മാത്രമല്ല കയ്യിലും കാലിലൊക്കെ ആക്സിഡന്റിലോ അല്ലെങ്കിൽ വീഴ്ചയിലൊക്കെ ഉണ്ടാകുന്ന ഫ്രാക്ചേഴ്സ്, ജോയിന്റുകളിൽ ഉണ്ടാകുന്ന ഫ്രാക്ഷൻസ്, ഡിസ്ലൊക്കേഷൻസ്, നമ്മുടെ കൈയും കാലും ഒക്കെ പെട്ടെന്ന് ഡിസ്ലൊക്കേറ്റ് ആകും. ചില ആളുകൾക്ക് ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുപോരും. അതായത് ലൊക്കേറ്റ് എന്താ പറയാ ജോയിന്റുകൾ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നതാണ്, സ്ഥാനം തെറ്റുന്നതാണ്. അതിങ്ങനെ പിടിച്ചൊക്കെ ഇടാൻ പറ്റും. അതിന് വലിയ പൊട്ടലുകളും ഇതൊന്നും വരുന്നില്ല. പക്ഷെ അത് ഇങ്ങനെ നമുക്ക് എന്നിട്ട് അത് വീണ്ടും ആ ഒരു പൊസിഷനിൽ കറക്റ്റ് ചെയ്ത് ഇടാനൊക്കെ സാധിക്കും. ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഇതുകൊണ്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താ? പീഡിയാട്രിക്സ് ആൻഡ് നൈനറ്റോളജി ആണ് അല്ലെ. പീഡിയാട്രിക്സ് ആൻഡ് നൈനറ്റോളജി എന്തായിരുന്നു അത്? പീഡിയാട്രിക്സ് ആൻഡ് നൈനറ്റോളജി എന്താ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? sick infants and children. അതെ, കുട്ടികളിലുണ്ടാകുന്ന ഇൻഫൻസ് ആൻഡ് ചിൽഡ്രനിലുണ്ടാകുന്ന കെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സിക്ക് ഇൻഫൻസ് ആൻഡ് സിക്ക് ചിൽഡ്രൻസിന് കെയറിങ് കൊടുക്കാൻ, ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ, അവരുടെ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇൻപേഷ്യന്റ് ആൻഡ് ഓൾസോ ഔട്ട് പേഷ്യന്റ് ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. നിയോനാറ്റോളജി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യാലിറ്റി, ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ്. പീഡിയാട്രിക്സിന്റെ ഒരു സബായിട്ട് വരും നിയോനാറ്റോളജി എന്ന് പറയുന്നത്. അതെന്തായിരിക്കും അത്? എന്താ അത് അങ്ങനെ ഒരു സെപ്പറേഷൻ വന്നത് അവിടെ? എന്തിനായിരിക്കും അങ്ങനെ ഒരു സെപ്പറേഷൻ? കുട്ടികളുടെ എന്ന് പറഞ്ഞല്ലോ നമ്മള്, ശിശുക്കളുടെയും കുട്ടികളുടെയും എന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് അവിടെ ഒരു നിയോനാറ്റോളജി എന്ന് പറയുന്ന മറ്റൊരു സബ് ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് വിഭാഗം വന്നു? ന്യൂബോൺ ചൈൽഡിന് എസ്പെഷ്യലി അവർക്കാണ് കേട്ടാ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ ജനിച്ചൊക്കെ കഴിഞ്ഞു 5-6 ദിവസമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ, ചുമയോ പനിയോ ഒക്കെ വരുമ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ പീഡിയാട്രിക്സിന്റെ അടുത്തേക്ക്. ഇത് ന്യൂ ബോൺ ബേബി ലിവിംഗ് ദ ഹോസ്പിറ്റൽ പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എന്താ പറയാ ബൈ ബർത്ത് അസുഖങ്ങൾ ഉണ്ടാകുക, ചിലപ്പോൾ പ്രീമച്യൂർ ബേബീസ് ഉണ്ടാകുക. പ്രീമച്യൂർ ബേബീസ് ഉണ്ടാകുമ്പോൾ അവരെ കുറച്ച് കൂടുതൽ കെയർ ഒക്കെ കൊടുത്ത് 6 മാസത്തിലോ 7 മാസത്തിലോ ഒക്കെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകം കെയറിങ് കൊടുക്കണം. അപ്പൊ അത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് എന്താ പറയാ നിയോനാറ്റോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം പീഡിയാട്രിക്സിന്റെ സബായിട്ട് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ആയിരിക്കുന്നത്. ഇനി ഇതിനു വേണ്ടിയിട്ട് തന്നെ, അതായത് ന്യൂ ബോൺ ബേബീസിന് ഉണ്ടാകുന്ന ചില അസുഖങ്ങളൊക്കെ ചിലപ്പോൾ കൂടുതൽ കെയർ കൊടുക്കേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റുകൾ തന്നെയുണ്ട്. NICU എന്ന് പറയുന്ന NICU ഇന്റൻസീവ് കെയർ യൂണിറ്റുകളാണ് കേട്ടോ. അപ്പൊ അവർക്കൊക്കെ എന്താ പറയാ ബർത്ത് ഒക്കെ നേരത്തെ പ്രീമച്യൂർ ആയതുകൊണ്ട് ലോ ബർത്ത് വെയിറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് പ്രീമച്യൂർ ആകണമെന്ന് തന്നെ ഇല്ല കേട്ടോ. സാധാരണഗതിയിൽ പ്രസവിച്ചാലും ചില കുട്ടികൾക്കൊക്കെ ബർത്തിന്റെ സമയത്ത് ഭയങ്കര വെയിറ്റ് കുറവ് ഉണ്ടാവുക, പിന്നെ എന്താ പറയാ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാകുക. അതായത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് വളർച്ചയില്ലാത്തൊരു അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ പുറത്തേക്ക് വരുമ്പോഴും ആ വളർച്ചക്കുറവ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെയൊക്കെ പ്രത്യേകം കെയറിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു നിയോനാറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. പീഡിയാട്രിക് സർജറി ഓൾസോ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. സർജിക്കൽ കണ്ടീഷൻസ് അപ് ടു ദ ഏജ് ഓഫ് 15 years. കുട്ടികൾ എന്ന് പറയുമ്പോൾ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിവരുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും കിട്ടുക മാത്രമല്ല സർജറീസും ഈ പറയുന്ന ഏജ് റേഞ്ചിലുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഏതായിരുന്നു? സൈക്യാട്രി എന്താണ്? The medicine that deals with the diagnosis, treatment and prevention of emotional, behavioral or cognitive disturbances. അപ്പൊ ബിഹേവിയറൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസിലൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ട്രീറ്റ്മെന്റുകൾ, ഡയഗ്നോസിസ്, പ്രിവെൻഷൻ ഒക്കെയാണ്. അതായത് മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നവർക്ക്, മെന്റൽ ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകുന്നവരെയാണ് കൂടുതലും ഈ ഒരു വിഭാഗത്തിൽ ട്രീറ്റ് ചെയ്യുന്നത്. മെന്റൽ ഇഷ്യൂസ്, മെന്റൽ ഇൽനെസ്, മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെയാണ് ഇവിടെ നടത്തുക. ഇനി ഇതിനകത്ത് വരുന്ന സ്പെഷ്യൽ സർവീസസ് ഓൾസോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡിങ് എന്താണ്? സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിങ് ആൻഡ് ട്രീറ്റിംഗ് സൈക്യാട്രിക് ഇൽനെസ് ട്രീറ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ എന്താ പറയാ IQ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഡി അഡിക്ഷൻ സർവീസസ്
ചില ആളുകള് ഈ ഒരു മെന്റൽ ഇത്തരം ഡിസോർഡേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ ചില എന്തെങ്കിലും കാര്യത്തിൽ അഡിക്റ്റ് ആയതുകൊണ്ടാകാം. ഇപ്പൊ മദ്യം, മയക്കുമരുന്ന് അങ്ങനെയുള്ള ലഹരികളിലേക്ക് അഡിക്റ്റ് ആയതുകൊണ്ടാകാം. ഏതെങ്കിലും ഒരു പ്രത്യേക സാധനത്തിനോട് വേണ്ടതിൽ അധികം ഭ്രമം കാണിക്കുമ്പോൾ അതിന് നമ്മൾ അഡിക്റ്റ് ആവുമല്ലോ. അപ്പൊ അത്തരം അഡിക്ഷൻസ് ഇത്തരം മെന്റൽ പ്രോബ്ലംസിലേക്ക്, ഡിപ്രഷൻ എന്നൊക്കെയാണ് ഇപ്പൊ ആളുകൾ അതിന്റെ പേരിട്ടേക്കുന്നത് അല്ലെ. അതിൽ എന്തെങ്കിലും കാര്യത്തിലേക്ക് പെട്ടെന്ന് അതിനകത്തേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുക. അങ്ങനെ വരുമ്പോൾ അത് ഒരുതരം മെന്റൽ ഡിസോർഡർ ആണ് അല്ലെ. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നോർമലി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ പോകും. എല്ലാത്തിനും കൂടുതൽ ഇപ്പൊ ചില കാര്യങ്ങളോട് കൂടുതൽ ക്യൂരിയോസിറ്റി കാണിക്കുക, അതിലേക്ക് കൂടുതൽ അറിയണം, അതറിയണം, ഇതറിയണം എന്നുള്ള ചില ഒരു ആകാംക്ഷയൊക്കെ കാണിച്ചു കഴിയുമ്പോൾ അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകും. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഡി അഡിക്ഷൻ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് പൾമനോളജി. എന്തായിരിക്കും പൾമനോളജിയുടെ മറ്റു കുറച്ച് പേരുകളൊക്കെ അറിയപ്പെടുന്നുണ്ടല്ലോ. ഈ ഒരു വിഭാഗത്തെ വേറെ പേരുകളൊക്കെ എന്തൊക്കെയാണ്? റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ഓർ ചെസ്റ്റ് മെഡിസിൻ. ഓക്കെ, റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ ഇതിന് പേരുണ്ട്. അപ്പൊ നമ്മളുടെ എന്താ പറയാ ബ്രോങ്കൈറ്റിസ്, അലർജി, ലങ് ക്യാൻസേഴ്സ് ഇതൊക്കെയാണ് ഇവിടെ കോമൺ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഡിസീസസ്. പിന്നെ പൾമനോളജിസ്റ്റ്, അതായത് ഹൂ ആർ സ്പെഷ്യലി ട്രെയിൻഡ്, അതായത് ഇവര് പൾമനോളജിസ്റ്റുകളാണ് കൂടുതലും ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസും അതുപോലെയുള്ള ചെസ്റ്റിന്റെ കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന പോരായ്മകളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ എന്താ പറയാ പൾമനോളജിസ്റ്റുകളാണ് ഇതിന് കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ. പർട്ടിക്കുലർലി ഇവർ ഡീൽ ചെയ്യുന്നത് ന്യൂമോണിയ, ആസ്മ, ട്യൂബർക്കുലോസിസ്, പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻസും ഒക്കെ ഈ ഒരു വിഭാഗത്തിലായിരിക്കും ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. കോംപ്ലിക്കേറ്റഡ് ചെസ്റ്റ് ഇൻഫെക്ഷൻസ്, അപ്പൊ ഇപ്പൊ ചുമയൊക്കെ ഒരുപാട് കാലം ഇങ്ങനെ നീണ്ടു നിന്നു, അങ്ങനെ വരുമ്പോൾ അത് അവിടെ കിടന്നിട്ട് ഭയങ്കര ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് പിന്നെ അത് ന്യൂമോണിയ ഒക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് പൾമനോളജിസ്റ്റുകളാണ്. പൾമനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ഇത്തരം ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തുക. നെക്സ്റ്റ് വൺ ഏതായിരുന്നു? പ്ലാസ്റ്റിക് സർജറി. സർജറി എന്താണ് പ്ലാസ്റ്റിക് സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Surgical repair of defects of form or function of any of the human body. ഹ്യൂമൻ ബോഡി പാർട്സിന് ഉണ്ടാകുന്ന ഏത് ഹ്യൂമൻ പാർട്സിനായാലും, ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്ന ഏത് പാർട്സിനും ഉണ്ടാകുന്ന ഡിഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷനിങ്ങിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിനിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതൊരു സർജറി ഡിപ്പാർട്ട്മെന്റ് ആണ്. മെഡിസിൻ കൊണ്ട് മാത്രം മാറ്റാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിന്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഡിഫക്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റില്ല അല്ലെ. മരുന്ന് അകത്തേക്ക് കഴിച്ചതുകൊണ്ട് ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് നമുക്ക് എന്തെങ്കിലും മാറ്റാൻ പറ്റുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു സർജറി മാത്രം നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ദർ ആർ മെയിൻലി എത്ര ടൈപ്പ് ഓഫ് സർജറീസ് ഉണ്ട്? പ്ലാസ്റ്റിക് സർജറീസ് ഉണ്ട്. എത്ര ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് സർജറീസ് ഉണ്ട്? 2 subspecialties. ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണത്? Reconstructive plastic surgery, correct structural and functional defects. അടുത്തത് cosmetic surgery, enhances the appearance of body through medical and surgical procedure. അതെ, റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഫങ്ഷണൽ പാർട്സുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഡിഫക്റ്റുകളെ കറക്റ്റ് ചെയ്യുക. ഇപ്പൊ വളഞ്ഞിരിക്കുന്ന കൈയുടെ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ചിലപ്പോൾ വളഞ്ഞിരിക്കുക. സാധാരണഗതിയിൽ നിന്ന് ഒരു മനുഷ്യന് സാധാരണഗതിയിലുള്ള മനുഷ്യന്മാരുടെ സ്ട്രക്ചർ അറിയാലോ അല്ലെ. അപ്പൊ അത് ഭംഗിക്കല്ല, അല്ലാതെ തന്നെ ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ വിരലുകളൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒടിഞ്ഞു ഇങ്ങനെ വളഞ്ഞിരിക്കുക, അല്ലെങ്കിൽ പ്രോപ്പർ സാധാരണ മനുഷ്യന്റെ പോലെയല്ല ഇപ്പൊ കൺമൂക്കൊക്കെ ഒരു വശത്തേക്ക് ചെല്ലിരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അപാകതകളെ ഇല്ലാതാക്കി കറക്റ്റ് ചെയ്ത് ആക്കുന്ന ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഇത് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയിൽ കൊടുക്കുന്നത്. എന്നാൽ കോസ്മെറ്റിക് സർജറി ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? അത് സാധാരണക്കാരല്ല, അത് കൂടുതലും എന്താ പറയാ ഭയങ്കര ഫിലിം സ്റ്റാർസുകളൊക്കെ ആയിരിക്കും. അവരുടെ അപ്പിയറൻസിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ചുകൂടി സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കോസ്മെറ്റിക് സർജറികളാണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പൊ അത്
കൂടുതലും സാധാരണക്കാരാണ്. ഇതൊക്കെ ഒരു കോമൺ ആയി, കാരണം എല്ലാവരുടെയും ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എല്ലാം ചെയ്യാം, എന്ത് വേണമെങ്കിലും. ഇപ്പൊ ഫിലിം സ്റ്റാർസിന് തന്നെയല്ല, അവർക്ക് മാത്രമല്ല, ഇപ്പൊ എന്താ പറയാ, ഫിലിം സ്റ്റാർസ് ഒക്കെ നമുക്കറിയാലോ, ലേഡീസ് ആയിട്ടുള്ള പെണ്ണുങ്ങളായിട്ടുള്ളവരൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞു, കല്യാണം കഴിച്ചു, കുട്ടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന്റെ ഒരു സ്ട്രക്ചർ ഏകദേശം എന്തായാലും മാറും, എല്ലാവരുടെയും എന്തായാലും മാറും. പക്ഷെ അവരവരുടെ ബോഡി ഷേപ്പ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡൂയിങ് സംതിങ് ലൈക്ക് ദിസ് അല്ലെ. അപ്പൊ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ അവർ കോസ്മെറ്റിക് സർജറികൾ നടത്തിയിട്ടാണ് സാധാരണഗതിയിൽ ഇത്തരം ആളുകളൊക്കെ അവരവരുടെ ബോഡി ഷേപ്പിനെ കറക്റ്റ് ആക്കി വെക്കുന്നത്. അപ്പൊ അവർക്ക് പ്രായം തോന്നാത്ത രീതിയിൽ വയറൊക്കെ നമുക്കറിയാം, ഇതൊക്കെ കഴിയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ചാടും, പക്ഷെ അതൊക്കെ കറക്റ്റ് ചെയ്ത് ഒന്നും, അതായത് നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് അപ്പിയർ ആകാൻ വേണ്ടിയിട്ട് ഒക്കെ കാര്യങ്ങൾ, കാരണം അത് അവരുടെ പ്രൊഫഷനെ ബാധിക്കുന്ന കാര്യമാണ്, അവരുടെ ജോലി അതാണല്ലോ. അപ്പൊ അതിനകത്ത് ആ ജോലിക്ക് വേണ്ട സൗന്ദര്യവും ബോഡി സ്ട്രക്ചറൊക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയേ തീരൂ എന്നുള്ളതുണ്ടെങ്കിൽ അവരതൊക്കെ ചെയ്യുന്നു. അപ്പൊ അതാണ്. അപ്പൊ രണ്ട് രീതിയിലാണ്. ഒന്ന്, ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബോഡി പാർട്സിനെയും സ്ട്രക്ചറിനെയൊക്കെ കറക്റ്റ് ചെയ്യുന്നത്, അത് ഏതാണ്? റീകൺസ്ട്രക്റ്റീവ് സർജറിയാണ്, പ്ലാസ്റ്റിക് സർജറിയാണ്. രണ്ടാമത്തേത് കോസ്മെറ്റിക് സർജറി, നമ്മുടെ അപ്പിയറൻസ് ഓഫ് ദ ബോഡിനെ എൻഹാൻസ് ചെയ്യാനുള്ളതാണ്, ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ് എന്ന് ഓർക്കുക. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി. എന്താണ് ഈ ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ? എന്തിനെ ഡീൽ ചെയ്യുന്നതാ? യൂറിനറി ട്രാക്ട് പ്രോബ്ലം. യൂറിനറി ട്രാക്ട് സിസ്റ്റം, നമ്മുടെ യൂറിൻ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, ആർക്ക്? മെയിൽ ആൻഡ് ഓൾസോ ഫീമെയിൽ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി. മാത്രമല്ല ഒരു കാര്യം കൂടി ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ട്. മെയിൽ, ഫീമെയിലിനുള്ളത് ഗൈനക്കോളജിയിൽ നമ്മൾ പഠിച്ചു. അപ്പൊ മെയിലിനെ സംബന്ധിക്കുന്ന, മെയിലിനും ഉണ്ടാവുമല്ലോ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അവരുടെ പ്രത്യുൽപാദന ഓർഗൻസിന് ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി. അവർക്ക് ട്രീറ്റ്മെന്റ് ഗൈനക്കോളജിയിൽ ഇല്ലാട്ടോ, ആണുങ്ങൾക്കില്ല, ഓർത്തിരിക്കുക. പിന്നെ ഓർഗൻസ് എന്ന് പറയുന്ന യൂറോളജിയിൽ വരുന്ന ഓർഗൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? കിഡ്നി, അഡ്രിനൽ ഗ്ലാൻഡ്, യുറേറ്റസ്, യുറേട്രി, യൂറിനറി ബ്ലാഡർ, യുറേത്ര, പിന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എല്ലാം, മെയിലിന്റെ ഓർഗൻസ് എല്ലാം ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം തന്നെ. അതിനകത്തൊരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്, മെയിൻ ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിരുന്നു ഏത്? പ്രോസ്റ്റേറ്റിക് എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഇവരുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ആ ഒരു ഇതിന്റെ ഏറ്റവും അറ്റത്ത് കാണുന്ന ഒരു ഓർഗൻ ആണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടെയൊക്കെ ചിലപ്പോൾ ക്യാൻസേഴ്സ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് റീപ്രൊഡക്ഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്ത് കളയാതെ അല്ലെങ്കിൽ മാറ്റാതെ റീപ്രൊഡക്ഷൻ സാധിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് മാറ്റി കൊടുക്കുക. കിഡ്നി സ്റ്റോൺസ്, പിന്നെ കൺജനിറ്റൽ അബ്നോർമാലിറ്റീസ്, നമ്മൾ ജന്മനാ തന്നെ ചില എന്താ പറയാ ഡിഫക്റ്റുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ജനിച്ചപ്പോഴേ തന്നെ ഉണ്ടാവും. അപ്പൊ അത്തരം ഡിഫക്റ്റുകളൊക്കെ ഉണ്ടെന്ന് പിന്നീടായിരിക്കും നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും കണ്ടെത്തുക. റിപ്രൊഡക്ഷൻ അപ്പൊ നടക്കാതിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ആയിരിക്കും. ഇപ്പൊ ആൺകുട്ടി ജനിക്കുന്നു, പെൺകുട്ടി ജനിക്കുന്നു, അവർ വളർന്നു വലുതാകുന്നു, അവരുടെ പീരിയഡ്സ് ഒക്കെ കറക്റ്റ് ആണ്, പെണ്ണുങ്ങളുടെ ആണെങ്കിൽ അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ പോകുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വിവാഹമൊക്കെ കഴിഞ്ഞു പിന്നീട് കുട്ടികൾ ഉണ്ടാകാതെ ആകുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടാവും. അപ്പൊ ആരുടേതാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ മെയിൽസിന്റെ ആയാലും ഫീമെയിൽസിന്റെ ആയാലും അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ പോയിട്ടാണ് അതിനുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റുകളൊക്കെ. ഗൈനക്കോളജി ഫോർ മെയിൽസ്, ഫിമെയിൽസ് ആൻഡ് യൂറോളജി ഫോർ ഫിമെയിൽസ്, മെയിൽസ് ആണ് കേട്ടോ. അപ്പൊ രണ്ട് സ്ഥലത്തൊക്കെ പോയിട്ടൊക്കെ മാറ്റുന്നു. പിന്നെ ട്രോമാറ്റിക് ഇഞ്ചുറീസ്, അതായത് പെട്ടെന്ന് ആക്സിഡന്റൽ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന പല ക്ഷതങ്ങളും ഇത്തരം റിപ്രൊഡക്ഷനെ ബാധിക്കാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തി അതിനൊക്കെ പരിഹാരം അല്ലെങ്കിൽ കൊടുക്കുകയാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഓവറോൾ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇത് നടക്കുക. കൂടാതെ മെയിൽ ആൻഡ് ഫിമെയിൽ യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകളും എല്ലാം ഡിസീസും ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ ഇത്രയും ഭാഗത്തേക്ക് ഞാൻ ഇനി ക്വസ്റ്റ്യൻസ് തരുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിലൂടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ക്ലാസ് എടുത്തപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. താഴെയുള്ള ഭാഗത്ത് നിന്ന് ഇത്രയും വലിയ ഡീലാബറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവിഷൻസ് നമ്മൾ നടത്തില്ല. കാരണം അതൊക്കെ നിങ്ങൾ ഇനി എന്താ പറയാ വായിച്ചു നോക്കി മനസ്സിലാക്കി എന്താ പറയാ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വരാൻ സാധ്യതയുണ്ടാകും മനസ്സിലാക്കി വെക്കുക, അതേ പറ്റുള്ളൂ. എല്ലാം കാണാപ്പാടം മാത്രം ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ക്വസ്റ്റ്യൻ ആൻസർ വൺ വേർഡ് കൊച്ചുകുട്ടികൾ LKG പഠിക്കുമ്പോ വൺ വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പഠിക്കില്ല, അതുപോലെ പഠിച്ചു നിങ്ങൾ. നിങ്ങൾ നോട്ടിലേക്ക് ശ്രദ്ധ പോവില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? അപ്പൊ നമ്മള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ, ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ മൂന്നായിട്ട് തരംതിരിച്ചു എന്ന് പറഞ്ഞു. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്,
സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഡിവൈഡ് ചെയ്തപ്പെട്ട ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഡിഫറെന്റ് സർവീസസ് ഏതൊക്കെ വിഭാഗത്തിൽ നിന്ന് എന്തൊക്കെ സർവീസ് ആണ് കിട്ടുന്നതെന്നാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അതിൽ വരുന്ന അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിലെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലിന്റേതായ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നടക്കുന്ന ഇത്തരം ഈ പറഞ്ഞ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം പോരാ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മൾ പഠിച്ച ഇൻപേഷ്യന്റും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്നില്ല അല്ലെ. അപ്പൊ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ ദർ ആർ സം ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് ഈസ് നീഡഡ് ടു സപ്പോർട്ട്. ഈ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം തന്നെ നമ്മൾ ഇത്രയും മുമ്പിൽ പഠിച്ച എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും സപ്പോർട്ട് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാൻ കുറച്ചധികം സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സും നമുക്ക് വേണം, ഹോസ്പിറ്റൽസിന് വേണം. അത് ഏതൊക്കെയാണെന്നാ പറഞ്ഞേ? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നു? തെറാപ്യൂട്ടിക്, അതിനകത്ത് വന്നത് ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്ററ്റിക്സ്, പിന്നെ രണ്ടാമത് വന്നത് ജനറൽ, അതിനകത്ത് CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിൻ്റനൻസ്, മോർച്ചറി, പിന്നെ ഡയഗ്നോസ്റ്റിക്, അതിനകത്ത് ലബോറട്ടറി, റേഡിയോളജി, പിന്നെ ഇൻഫോർമേറ്റീവിൽ വരുന്നത് മെഡിക്കൽ റിസോഴ്സസ്, IT. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ്. അപ്പൊ നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനകത്ത് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ഇതിനകത്ത് നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടില്, പ്രിന്റഡ് നോട്ടില് ക്ലിനിക്കൽ ലബോറട്ടറീസ്, അതാണ് ആദ്യത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റൽസിന്റെ എല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരാം, നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ചിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസേ തരുള്ളൂ കേട്ടോ. ആ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൽ നിന്ന് നിങ്ങൾ ആൻസർ ക്ലാസ്സിൽ നമുക്ക് തന്നെ അപ്പൊ തന്നെ ഡിക്റ്റേറ്റ് ചെയ്യാം. ഇന്നിപ്പോ സമയം കിട്ടില്ല ക്ലാസ്സിൽ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട്, സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. 1 o'clock ആവാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് വേഗം എഴുതിയെടുത്തോ. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം, ആൻസർ അടുത്ത ദിവസം വായിപ്പിക്കും കേട്ടോ. കൃത്യമായിട്ട് എഴുതി വരിക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഹെഡിങ് കൊടുത്തോട്ടാ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആ ഭാഗത്ത് നിന്ന് തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസേ ഞാൻ ഇപ്പൊ തരുന്നുള്ളൂ. അതിന് മുമ്പുള്ളത് ഞാൻ ക്വസ്റ്റ്യൻ തരില്ല, നേരത്തെ ഓൾറെഡി തന്നിട്ടുണ്ട്. അത് തന്നെ വായിച്ചു പഠിക്കുക, ആ നോട്ട് വായിച്ചു പഠിക്കുക. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ഹെഡിങ് എഴുതിയിട്ട് താഴെ ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതിക്കോ. ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഡാഷ്, ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഡാഷ് ഈസ് ടു perform lab test in the main fields, lab test in main fields. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാ. The main function of radiology department the main function of radiology department is to assist the physician in the diagnosis and treatment of a patient's disease,
by the use of dash. By the use of dash. By the use of dash ഇവിടെ ഒരെണ്ണം അല്ലാത്തത് കൊണ്ട് അതിന് ഓപ്ഷൻസ് തരാം. ആൻസറിലെ ഓപ്ഷൻസ് ഏതാ? എ റേഡിയോഗ്രഫി, റേഡിയോഗ്രഫി, റേഡിയോഗ്രഫി. ഓപ്ഷൻ ബി ഫ്ലൂറോസ്കോപ്പി, FLUOROSCOPY, ഫ്ലൂറോസ്കോപ്പി, radiography, fluoroscopy. Option C, radioisotopes, radioisotopes, radioisotopes. And option D, all. Option D, all. എല്ലാം. Option D, all ആണ്. Next, അടുത്ത question. Name, അടുത്ത question. Name some diagnostic equipments. Name some diagnostic equipments. Name some diagnostic equipments. Equipments. Name some diagnostic equipments. അടുത്ത question. Dash is the department. Dash is the department which is in charge of. Dash is the department which is in charge of. Which is in charge of keeping all the instruments. Keeping all the instruments used in the hospital. Used in the hospital. Clean and sterilized. Clean and sterilized. STERILIZED. Clean and sterilized. Next question. Dietary department is also called. Dietary department is also called dash. Dietary department is also called dash. Next one. A dietitian is a member of. A dietitian is a member of. Dietitian is a member of health team. Health team. Member of health team and works closely. And works closely with the dash in. With the dash in meeting the patient's needs. Meeting the patient's PATIENT apostrophe S anta. Patient's nutritional needs anta. Nutritional. NUTRITIONAL. Nutritional needs. Nutritional needs satisfy ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാഷിനോടൊപ്പം ചേർന്ന് ക്ലോസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഹെൽത്ത് ടീമിലെ ഒരു മെമ്പറിനെയാണ് നമ്മൾ ഡയറ്റീഷ്യൻ എന്ന് വിളിക്കുക. അത് ആരോടൊപ്പം ഒന്ന് അവിടെ എഴുതണം നിങ്ങൾ അതിന്റെ ഡാഷിന്റെ സ്ഥാനത്ത്. അടുത്തത് എക്സ്പാൻഡ് MSW.
expand, MSW. MSW expand ചെയ്യും. ഓക്കെ ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ മതി, സമയമായി. അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് വരുമല്ലോ അല്ലെ? നിങ്ങളുടെ കയ്യിൽ നോട്ടില്ലേ? കയ്യില് നോട്ടുണ്ട്. നോട്ട്